അന്നത്തെ രീതി അനുസരിച്ച് ഭേദപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിതാവ് കച്ചവടക്കാരനായിരുന്നു. ഒരു നല്ല നിലയിൽ ജീവിച്ചു പോവുകയാണ് ചെയ്തത്. സഹോദരന്മാരുണ്ട്, സഹോദരിമാരുമുണ്ട്. എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ബാല്യം മുതൽ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നു. ചിന്താധീനനാവുക. വളരെ മൂടിയായിരുന്നു അദ്ദേഹം പലപ്പോഴും. അതുകൊണ്ട് ഈ അനിർവചനീയമായ ശോകം ശമിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ക്ഷേത്രങ്ങളിൽ പോകും, പ്രാർത്ഥിക്കും, ചിലപ്പോൾ ഭജനമിരിക്കും, വേലായുധം നട അവരുടെയൊക്കെ ഇരുന്നിട്ടുണ്ട്. അത് ചിലരുടെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമോ ശാപമാണ് ഈ ദുഃഖം, ജന്മദുഃഖം അനുഭവിക്കുക എന്നുള്ളത്. വീണ്ടും ദുഃഖകരമാണ്, നന്ന് തന്നെ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ കവിതയും എഴുതുമായിരുന്നു. അതിൽ മാത്രമായിട്ടിരിക്കാൻ പറ്റിയില്ലല്ലോ. അക്ഷരാഭ്യാസം പഠിച്ചു, മലയാളം പഠിച്ചു, സംസ്കൃതമാണ് പ്രധാനമായി പഠിച്ചത്. നല്ല വിദ്യാഭ്യാസമൊക്കെ നേടിയപ്പോൾ കുറേശ്ശെ കവിത എഴുതും. സമസ്യാപൂരണം അതൊക്കെ നിർവഹിച്ചുകൊണ്ടിരുന്നു. നാടകം എഴുതിയിട്ടുണ്ടെന്ന്, അഭിനയിച്ചിട്ടുമുണ്ട്. മറ്റു മനുഷ്യരുടെ വിനോദങ്ങളെല്ലാം ഞാൻ ഏർപ്പെടുമ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഒരു അട്ട അള്ളിപ്പിടിച്ച് ചോര കുടിക്കുന്ന പോലെ ശോകം മനസ്സിൽ നിലനിൽക്കും. അപ്പോൾ അതാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അത് പോകാൻ എന്താ വഴി പുറത്തിരിക്കുമ്പോഴാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന് ഖ്യാതി കേട്ടിരുന്നു. എങ്കിലും തൻ്റെ അന്തരാത്മാവിൽ ഒരു സഹതാപ ബോധത്താൽ പക്ഷെ അദ്ദേഹത്തിന് മാത്രമേ എൻ്റെ ശോകം സഹപ്പിക്കാനാകൂ എന്ന് തോന്നിയിരുന്നു. അങ്ങനെയാണ് സ്വാമിയെ ഗുരുവിനെയാണ് ആദ്യം കാണുന്നത്. പിന്നീട് അദ്ദേഹത്തെ കോലത്തേര ക്ഷേത്രത്തിൽ, തിരുവനന്തപുരത്താണ്, നിങ്ങൾക്കറിയാമായിരിക്കും, തിരുവനന്തപുരത്തുകാരാണ്, ക്ഷേത്രത്തിനടുത്താണ് വെച്ച് നേരിട്ട് കാണാൻ ചെല്ലുന്നത്. അപ്പോൾ ഗുരു അദ്ദേഹത്തെ വളരെ അർത്ഥഗർഭമായി ഒരു സമസ്യ പൂരിപ്പിക്കാൻ ആവശ്യപ്പെടും. അതാണ് കോലത്തുകര കുടിയുണ്ട അരുളും ബാലപ്പിറ ചൂടിയ വാരിധിയെ. ബാലപ്പിറ ചൂടിയ വാരിധി ശിവനാണ്. പിറ പൂരിപ്പിക്കാൻ പറഞ്ഞു. ഒരു ക്ഷണം മാത്രം ഒഴിവുണ്ട്. കാലൻ കനിവറ്റ് കുറിച്ച് വിഴുന്നോലപ്പടി എന്നെ അയക്കരുതേ. കാലൻ വിധിയാണ്, വിധി ഒന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ പോകാൻ എന്നെ അയക്കരുത്. വിധിയെ അതിലംഘിച്ചുകൊണ്ട് എനിക്ക് എന്തെങ്കിലും നേടാൻ കഴിയണം, ആത്മീയ സിദ്ധി എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അത് കഴിഞ്ഞ് അങ്ങനെ പോയിട്ടാണ് കുമാരൻ നമ്മോടൊപ്പം വരുന്നുവോ എന്ന് ചോദ്യം. വരുന്നു, സംശയലേശമില്ലാത്ത മറുപടി. ഇവിടുന്ന് അവിടെ പോയി അഴീപ്പുറത്ത് താമസമാക്കി. ചിന്നസ്വാമി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിൻ്റെ പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഗുരു നല്ല കവിയാണ്. ധാരാളം ശിവശതകം, സുബ്രഹ്മണ്യ ശതകം എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് വായിച്ചാൽ നമ്മൾ കരഞ്ഞു പോകുന്ന ഭാഗങ്ങളുണ്ട്. ആ ഘട്ടത്തിലാണ് അദ്ദേഹം നാരായണ ഗുരുവിൻ്റെ കൂടെ പോയി സന്യാസം ആഗ്രഹിച്ചുകൊണ്ട് ചിന്നസ്വാമിയായിട്ട് കഴിയുന്നത്. അപ്പോൾ മറ്റൊന്ന് ചെയ്യുന്നത് ആശ്രമത്തിൻ്റെ ലൗകികമായ കണക്കെടുത്ത് ആളുകളെ കൊണ്ട് ജോലി ചെയ്യിക്കുക, അതൊക്കെ ചെയ്യുന്നതിലും അന്നൊരു കവിത എഴുതിയ കവിതയിൽ ഇത്രയുമുള്ള വലിപ്പത്തിലാണ് പബ്ലിഷ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഉണ്ടായിരുന്നു, പക്ഷെ ആദ്യം എടുത്തൊന്നും തന്നില്ല. അത് അരുവിക്കരയിൽ താമസിക്കുന്ന ചിന്നസ്വാമി കുമാരവാശാൻ എഴുതുന്നത് എഴുതിയാണ് അദ്ദേഹത്തിൻ്റെ സുബ്രഹ്മണ്യ ശതകം, ശിവശതകം. ചിന്നസ്വാമി സ്വയം പറയുകയാണ് ചെയ്യുന്നത്. അത് ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ശിഷ്യൻ എന്നും പറയുന്നുണ്ട്. അതിൽ സ്വാമിയെ പറ്റി പറയുന്നത് ശ്രീനാരായണ ഗുരുനായകൻ എൻ്റെ ദൈവമല്ലോ, ഇത് ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ പോലെ കരുതി അവിടെ തൻ്റെ സന്യാസ നിഷ്ഠ അനുഷ്ഠിച്ചുകൊണ്ട് കഴിക്കുന്നതിനിടയിൽ ഒരു ദിവസം ഗുരു ചോദിച്ചു, അദ്ദേഹം ആഗ്രഹിച്ചത് ഒരു ദിവസം കാഷായം തരും. അപ്പോൾ ഒരു സുകുമാരാനന്ദ സ്വാമി എന്നോ ഓരോക്കെ പേരും കെട്ടി സാഹിത്യത്തിൻ്റെ മട്ടിലേക്ക് ഒരു ദിവസം ഗുരു ചോദിച്ചു, കുമാരൻ നമുക്കൊന്ന് ബാംഗ്ലൂർ വരെ പോകാം, ഒരുങ്ങും. 20 വയസ്സ് കഴിഞ്ഞിട്ടില്ല, 10-18 വയസ്സേ ഉള്ളൂ, വിളിച്ച് പോകാം എന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്.